നമസ്കാരം. ടെസ്റ്റ് ബാറും ഡയൽ ഇൻഡിക്കേറ്ററും വിഷ്വൽ അലൈൻമെൻറ്റ് രീതിയും ഉപയോഗിച്ച് ട്രെയിൽ കട്ട് രീതി ഉപയോഗിച്ച് ലൈറ്റ് സെൻസറുകളുടെ അലൈൻമെൻറ്റ് പരിശോധിക്കുന്നതിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യുവാനാകും. വിഷ്വൽ അലൈൻമെൻറ്റ് രീതി ഉപയോഗിച്ച് ലൈറ്റ് സെൻസറുകൾ ക്രമീകരിക്കുക. വോക്കിന്റെ ഓരോ എൻഡിലും ട്രയൽ കട്ട് എടുക്കുകയും ഒരു മൈക്രോമീറ്റർ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വ്യാസം പരിശോധിക്കുകയും ലൈറ്റ് കേന്ദ്രങ്ങൾ വിന്യസിക്കുകയും ചെയ്യുക. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സെന്റർ ലൈൻ യൂസ് ടെസ്റ്റ് ബാർ പരിശോധിക്കുക. ഈ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ടേണിംഗ് ടൂൾ, മൈക്രോമീറ്റർ, ഫീലർ ഗേജ്, ഡയൽ ഗേജ്. വോക്കിലെ കൃത്യതയ്ക്കനുസരിച്ച് ലൈറ്റ് സെൻസറുകൾ ക്രമീകരിക്കുന്നതിന് വ്യത്യസ്ത രീതികൾ ലഭ്യമാണ്. ലൈറ്റ് സെൻസറുകളുടെ വിന്യാസത്തിനുള്ള രീതികൾ ഇവയാണ്: വിഷ്വൽ അലൈൻമെന്റ്, trial cut method, using test bar and dial indicator, using stock graduations, tail cut method. വിഷ്വൽ അലൈൻമെന്റ് രീതി ഉപയോഗിച്ച് ലൈറ്റ് സെൻസറുകൾ വിന്യസിക്കുന്നതിനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പ് ലിവർ അല്ലെങ്കിൽ നട്ട് ലൂസാക്കുക. ടെയിൽ സ്റ്റോക്ക് ബാരൽ ഏകദേശം 25 mm നീട്ടുന്നതുവരെ ടെയിൽ സ്റ്റോക്ക് ഹാൻഡ് വീൽ തിരിക്കുക. ഡെഡ് സെന്റർ ലൈവ് സെന്ററിൽ നിന്ന് ഏകദേശം 10 mm ആകുന്നതുവരെ ടെയിൽ സ്റ്റോക്ക് ഇടത്തേക്ക് സ്ലൈഡ് ചെയ്യുക. പോയിന്റ് സെന്ററുകൾ കോണ്ടാക്റ്റിൽ വരുന്നതുവരെ ടെയിൽ സ്റ്റോക്ക് ഹാൻഡിൽ വീൽ തിരിക്കുക. ലൈറ്റ് ബെഡ് സെന്ററുകളിൽ ഒരു വെളുത്ത പേപ്പർ ഷീറ്റ് വയ്ക്കുക. കേന്ദ്രങ്ങളുടെ മുകൾ ഭാഗത്തും ലൈറ്റ് സെന്റർ പോയിന്റുകളുടെ വിന്യാസത്തിലും താഴേക്ക് നോക്കുക. രണ്ട് സെന്ററുകളുടെയും പോയിന്റുകൾ ഒരേ വരിയിലാകുന്നതുവരെ 2 സ്ക്രൂകൾ ഉപയോഗിച്ച് ടെയിൽ സ്റ്റോക്ക് ക്രമീകരിക്കുക. ടെയിൽ സ്റ്റോക്കിലെ ഭാഗം സുരക്ഷിതമാക്കുവാൻ അയഞ്ഞ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ മുറുക്കുക. ടെയിൽ കട്ട് രീതി ഉപയോഗിച്ച് ലൈറ്റ് സെൻസറുകൾ വിന്യസിക്കുന്നതിനുള്ള ക്രമം ഇപ്പോൾ പഠിക്കാം. ലൈറ്റിന്റെ മധ്യഭാഗത്ത് വർക്ക് പീസ് മൗണ്ട് ചെയ്യുക. ഒരു സിലിണ്ടറിക്കൽ സർഫേസ് നിർമ്മിക്കുവാൻ ആവശ്യമായ ആഴത്തിലുള്ള വർക്ക് പീസിന്റെ ടെയിൽ സ്റ്റോക്ക് അറ്റത്ത് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. കട്ട് ഏകദേശം 8 mm നീളമുള്ളത് ആയിരിക്കണം. ലൈറ്റ് നിർത്തി ക്രോസ് സ്ലൈഡിന്റെ ഗ്രാജുവേറ്റ് കോളറിൽ റീഡിംഗ് ശ്രദ്ധിക്കുക. ക്രോസ് സ്ലൈഡ് ഹാൻഡിൽ ഉപയോഗിച്ച് വർക്ക് പീസിൽ നിന്ന് കട്ടിംഗ് ടൂൾ തിരികെ വയ്ക്കുക. കട്ടിംഗ് ടൂൾ ലൈറ്റ് കാരിയറിൽ നിന്ന് ഏകദേശം 25 mm ആകുന്നതുവരെ കാരിയർ നീക്കുക. ഗ്രാജുവേറ്റ് കോളറിൽ അതേ ക്രമീകരണത്തിലാകുന്നതുവരെ ക്രോസ് സ്ലൈഡ് ഹാൻഡിൽ സാവധാനം തിരിക്കുക. ഏകദേശം 12 mm നീളത്തിൽ ഈ അറ്റത്ത് മെഷീൻ ചെയ്യുക. ലൈറ്റ് നിർത്തി ഒരു മൈക്രോമീറ്റർ ഉപയോഗിച്ച് രണ്ട് ടേൺഡ് സർഫേസിന്റെയും വ്യാസം അളക്കുക. രണ്ട് മെഷീൻഡ് സെക്ഷന്റെയും വ്യാസം തുല്യമാണെങ്കിൽ ലൈറ്റ് സെൻസറുകൾ വിന്യാസത്തിലാണ്.
ഈ വ്യാസങ്ങൾ വ്യത്യാസമാണെങ്കിൽ ടെയിൽ സ്റ്റോക്ക് വ്യത്യാസത്തിന്റെ പകുതിയായി ക്രമീകരിക്കണം. ടൂൾ പോയിന്റിനും വർക്ക് പീസിനുമിടയിൽ കറക്റ്റ് തിക്നെസ് ഉള്ള ഒരു ഫീലർ ഗേജ് ഉപയോഗിച്ച് ഇത് ചെയ്യാം. ടെയിൽ സ്റ്റോക്ക് അറ്റത്ത് വ്യാസം വലുതാണെങ്കിൽ കട്ടിംഗ് ടൂൾ ക്രമീകരിക്കുക. ടെയിൽ സ്റ്റോക്ക് അറ്റത്ത് വ്യാസം ചെറുതാണെങ്കിൽ കട്ടിംഗ് ടൂളിൽ നിന്ന് മാറ്റി ക്രമീകരിക്കുക. ഓരോ കട്ടിനും ഓരോ ഗ്രാജുവേറ്റഡ് കോളർ ക്രമീകരണം ഉപയോഗിച്ച് 2 മെഷീൻ വ്യാസങ്ങളിൽ നിന്നും മറ്റൊരു ലൈറ്റ് കട്ട് എടുക്കുക. മൈക്രോമീറ്റർ ഉപയോഗിച്ച് വ്യാസം അളക്കുക. 2 വ്യാസങ്ങളും തുല്യമാകുന്നതുവരെ ടെയിൽ സ്റ്റോക്ക് ക്രമീകരിക്കുന്നത് തുടരുക. ടെസ്റ്റ് ബാറും ഡയൽ ഇൻഡിക്കേറ്ററും ഉപയോഗിച്ച് ലൈറ്റ് സെന്ററുകൾ വിന്യസിക്കുന്നതിനുള്ള ക്രമം നമുക്കിപ്പോൾ പഠിക്കാം. ലൈറ്റ് സെന്ററിന്റെ മധ്യഭാഗങ്ങളും ടെസ്റ്റ് ബാറിലെ മധ്യഭാഗത്ത് തുളച്ച ദ്വാരങ്ങളും വൃത്തിയാക്കുക. കേന്ദ്രങ്ങൾക്കിടയിൽ ആവശ്യമായ ഉയരത്തിനായി ടെസ്റ്റ് ബാർ മൗണ്ട് ചെയ്യുകയും ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ക്ലാമ്പ് ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ടൂൾ പോസ്റ്റിലോ ലൈറ്റ് കാരിയറിലോ ഒരു ഡയൽ ഇൻഡിക്കേറ്റർ മൗണ്ട് ചെയ്യുക. കോണ്ടാക്ട് പോയിന്റ് ബാറിന്റെ മധ്യഭാഗത്തായിരിക്കണം. ഇൻഡിക്കേറ്റർ പ്ലങ്കർ ഒരു വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. ക്രോസ് സ്ലൈഡ് ക്രമീകരിക്കുക. അങ്ങനെ ഇൻഡിക്കേറ്റർ സൂചി ടെയിൽ സ്റ്റോക്ക് അറ്റത്തുള്ള വ്യാസത്തിൽ ഒരു റെവല്യൂഷൻ പകുതിയോളം രേഖപ്പെടുത്തും. ഹെഡ് സ്റ്റോക്ക് അറ്റത്തുള്ള വ്യാസത്തിൽ ഇൻഡിക്കേറ്റർ രേഖപ്പെടുത്തുന്നതുവരെ കൈകൊണ്ട് കാരിയർ ഇടതുവശത്തേക്ക് നീക്കുക. ഇൻഡിക്കേറ്റർ റീഡിംഗ് ശ്രദ്ധിക്കുക. റീഡിംഗുകൾ സമാനമല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്ക് എൻഡ് വ്യത്യാസത്തിൽ ഇൻഡിക്കേറ്റർ വീണ്ടും രജിസ്റ്റർ ആകുന്നതുവരെ കാരിയർ നീക്കുക. ടെയിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂകൾ ഉപയോഗിച്ച് ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പ് നട്ട് ലൂസാക്കുക. ടെയിൽ സ്റ്റോക്ക് ശരിയായ ദിശയിലേക്ക് നീക്കുക. അതായത് മൂവ്മെന്റിന്റെ അളവ് ഇൻഡിക്കേറ്റർ റീഡിംഗുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായിരിക്കും. ടെയിൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം ലോക്ക് ചെയ്യുവാൻ ക്രമീകരിക്കുന്ന സ്ക്രൂ മുറുക്കുക. ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പ് നട്ട് മുറുക്കി ടെയിൽ ബാർ ഇപ്പോഴും സെന്ററുകൾക്കിടയിൽ നന്നായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാൻ വീണ്ടും പരിശോധിക്കുക. രണ്ടറ്റങ്ങളിലെ ഇൻഡിക്കേറ്റർ റീഡിംഗുകൾ ഒരുപോലെ ആകുന്നതുവരെ ഈ ഘട്ടങ്ങൾ ആവർത്തിക്കുക. നമ്മളിന്ന് ഇനി പറയുന്നവ പഠിച്ചു. വിഷ്വൽ അലൈൻമെന്റ് രീതി ഉപയോഗിച്ച് ലൈറ്റ് സെന്ററുകൾ ക്രമീകരിക്കുക. ജോലിയുടെ ഓരോ അറ്റത്തും ട്രയൽ കട്ട് എടുത്ത് ഒരു മൈക്രോമീറ്റർ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വ്യാസം പരിശോധിക്കുകയും ലൈറ്റ് കേന്ദ്രങ്ങൾ വിന്യസിക്കുകയും ചെയ്യുക. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സെന്റർ ലൈൻ യൂസ് ടെസ്റ്റ് ബാർ പരിശോധിക്കുക എന്നിവ. ലെവലിംഗ്, മെയിൻ സ്പിൻഡലിൻ്റെ ആക്സിയ സ്ലിപ്പ്, ഹെഡ് സ്റ്റോക്ക് സെന്ററിൻ്റെ യഥാർത്ഥ റണ്ണിംഗ്, പ്രധാന സ്പിൻഡൽ മുതൽ സാഡിൽ ചലനം, 2 കേന്ദ്രങ്ങളും വിന്യസിക്കുക എന്നിങ്ങനെയുള്ള ലൈറ്റ് സെന്ററുകളുടെ വിന്യാസം പരിശോധിക്കുന്നതിനെക്കുറിച്ചാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.